ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസ്റ്റ് ബേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് നോമ്പ് 4 കേട്ടോ. നോമ്പ് ഡേ 3 വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, നല്ല തിരക്കായി പോയി ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാനൊരു 3 മണിയായപ്പോൾ തന്നെ കിച്ചണിൽ കയറി. ഇന്ന് മക്കൾക്ക് നോമ്പുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ അവർക്കുള്ളതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് സെറ്റാക്കി കൊടുത്തു. ഇനി നോമ്പ് തുറക്കുള്ളത് ഞാനൊരു 3 മണിയായപ്പോഴാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ ഇനി അധികം ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീഫ് കറിയിലേക്ക് ഞാൻ പത്തിരി അല്ല, 2 ദിവസം പത്തിരി ആയതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്കുള്ള ബാറ്റർ ഞാൻ ഇന്നലെ അരച്ച് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ നാട്ടിൽ നിന്ന് വേവിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഇനി അധികം വേവിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇതിപ്പോൾ ബീഫ് കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ണം ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കായില്ല, ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു 2 എടുത്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫും ഒന്ന് സോഫ്റ്റായി കിട്ടും, ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 വിസിൽ. അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്കൊന്ന് മാറ്റാണ് കേട്ടോ. 2 വിസിൽ വേവിക്കണ വരെ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ അധികം സമയമില്ലല്ലോ. അപ്പോൾ കുക്കറിലിട്ടിട്ടൊന്ന് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ അതോടുകൂടി സെറ്റായി കിട്ടും. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഞാനിന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ഉള്ളി ബജിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള സവാള ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഇവിടെ സവാളയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഗൈസ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സവാള കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ സവാളയൊക്കെ പിശിക്കാണ്ട് എടുക്കണത്. അത്രയ്ക്ക് റേറ്റാണ് ഇവിടെ സവാളയ്ക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളി ബജിക്കുള്ള സവാള ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വേണം. പച്ചമുളക് ഞാൻ ഇടുന്നില്ല കേട്ടോ. അവിടെ മക്കൾക്ക് പച്ചമുളക് ഇടുമ്പോൾ അവർക്ക് കടിക്കുമ്പോൾ ഒരു ഭയങ്കര ഇതാണ്. പിന്നെ അതിൽ മുളകുണ്ടോ നോക്കിയിട്ട് പിന്നെ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു ഇഷ്ടത്തോടു കൂടി കഴിക്കില്ല. അപ്പോൾ ഞാൻ പച്ചമുളക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് സവാള അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വേണം. ഇഞ്ചിയും അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മൈദ, കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനത്തെ ബജ്ജി, വട അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മാവ് ആദ്യം തയ്യാറാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പം തന്നെ പൊരിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ മിക്സാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നോമ്പ് തുറക്കണ ടൈമിന് കുറച്ച് മുന്നായിട്ടാണ് ഫ്രൈ ആക്കുള്ളൂ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റും ഉണ്ടാവും. ബാറ്റർ നല്ല സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മുളക് പൊടി. എരിവ് അധികം വേണ്ട കേട്ടോ. മക്കൾക്കായാലും എനിക്കായാലും എരിവ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ എരിവ് കുറച്ച് മതി. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറാ എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ആ നേരം കൊണ്ട് ഇവിടെ വിസിലൊക്കെ അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്താഴത്തിന് നമ്മൾ ചോറാണ് കഴിക്കുക. അപ്പോൾ ചോറ് വെച്ചു, പപ്പടം വറുത്തു. അപ്പോഴേക്കും ഏകദേശം സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളി ബജി പൊരിക്കാമെന്ന് വിചാരിച്ച്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് ബജി പോലെ പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് ഉള്ളിവട പോലെ ആക്കാം കേട്ടോ. വട്ടത്തിലാക്കിയിട്ട് സെൻറ്ററിൽ ചെറിയൊരു ഹോളാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിവട നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ ഉള്ളിവട, അതുപോലെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി ചെയ്യുന്നുള്ളൂ കേട്ടോ, ബജിയുടെ ഒരു ഷേപ്പിൽ.
അങ്ങനെ നമുക്കിനി ഇതും ഫ്രൈ ആക്കി എടുക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ദോശ ചുടണം, അതുപോലെ തന്നെ ജ്യൂസ് അടിക്കണം, ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റണില്ല. നോമ്പും ഇതൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാനിനി ദോശ ചുട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാറ്ററി ഞാൻ ഇന്നലെ അരച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ദോശ ചുട്ടെടുക്കാം. നോമ്പ് തുറന്ന നേരത്തെ ചുടുന്നതാണ് നല്ലത്, അപ്പോൾ നല്ല ചൂട്ടോടുകൂടി കഴിക്കാം. പക്ഷേ ആ ടൈം ആകുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ചുട്ടിട്ട് കാസറോളിൽ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്യാവശ്യം ചൂട്ടോടുകൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ ഓരോ ദോശയും കുറേശ്ശെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നെയ്യ് റോസ്റ്റ് ആ ഒരു പരുവത്തിൽ സെറ്റാക്കി എടുക്കുകയാണ്. മക്കൾക്ക് ഇവിടെ നെയ്യ് ഒഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കുള്ളതിൽ ഇക്കാക്കുള്ളതിലും എനിക്കുള്ളിൽ അധികം ഒഴിക്കില്ല കേട്ടോ നെയ്യ്. നമ്മൾക്ക് കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ദോശ ഒന്ന് മൊരിയിച്ചെടുക്കാം. മൊരിഞ്ഞ ദോശയാണ് ഇവിടെ അധികം ഇഷ്ടം. മക്കൾക്കായാലും മൊരിക്കും വെച്ചെന്ന് അറിയാം അവർ. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ സീഡ് ഒന്ന് കുതിർത്ത് വെക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് എടുക്കുക. ഇതിപ്പോൾ എവിടെ എങ്ങനെ ഇട്ടിട്ട് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കും, എന്നിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കാറ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മൂടി വയ്ക്കുക. ഇനി നമുക്ക് ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജ്യൂസ് ഇപ്പം അടിക്കില്ല, നോമ്പ് തുറക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ അടിച്ചാൽ മതി. അപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് വെക്കും. എന്നിട്ട് പിന്നെ ആ ടൈം ആകുമ്പോഴാണ് ജ്യൂസ് അടിക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ തിക്കും തിരക്കാവും. കുരു ഒന്നും കളയാൻ പറ്റില്ല. കുരു ഇട്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് പാടുണ്ടാവില്ല. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഞാനവിടെ വെക്കും. എന്നിട്ട് പിന്നെ ആ ടൈം ആവുന്നതിന് കുറച്ച് മുന്നേ അടിച്ചിട്ട് ഐസ് ഇട്ടിട്ട് കുടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ തോലൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി എടുക്കാം. കുരു നമ്മൾ എങ്ങനെ കളഞ്ഞാലും 1-2 എണ്ണമൊക്കെ പെടും ഇടയ്ക്ക്. അപ്പോൾ ടൈമുള്ളപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഇതാ കുരുവൊക്കെ കളഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമായി. നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സിമ്പിൾ നോമ്പ് തുറ. ആദ്യം ജസ്റ്റ് ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമളാൻ കരീം. ബൈ.